നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദരമായ സ്വാഗതം. അപ്പോൾ ഇന്ന് അഗോര വിഷൻ ചാനലിലൂടെ നോക്കാൻ നമ്മൾ പോകുന്നത് ജ്യോതിഷത്തിലെ 2-3 ഗ്രഹങ്ങളൊക്കെ ഒരുമിക്കുമ്പോൾ പല രാശിക്കാർക്കും ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പല സമയത്തായിട്ട് ഈ മാസത്തിനുള്ളിൽ അങ്ങനെയുള്ള ചില മാസങ്ങൾക്കിടയിൽ തന്നെ പല ഗ്രഹങ്ങളും പരസ്പരം രാശി മാറിയിട്ടുണ്ട്. അത് പരസ്പരം യോഗങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ യോഗങ്ങൾ വരുമ്പോൾ നമുക്ക് പല ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളും മോശമായ അനുഭവങ്ങളും ജീവിതത്തിൽ വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പൊതുഫലമാണ് എങ്കിൽ പോലും മിക്കവാറും ആൾക്കാരിലും ഈ ഫലം ഫലിച്ചിട്ട് തന്നെ കാണാറുണ്ട്. അപ്പോൾ ചില ഫലങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടാറുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് പൊതുഫലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോ നമ്മൾ പറയാറുണ്ട് ഈ ജാതകത്തിലെ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും പൂർണ്ണഫലം ഉണ്ടാവുക. എങ്കിൽ പോലും ചില ഗ്രഹങ്ങൾ പരസ്പരം യോഗം ചെയ്യുമ്പോൾ 100 ഡിഗ്രിയിലൊക്കെ അതിങ്ങനെ വന്നു നിൽക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ഗുണങ്ങളും മോശമായ അനുഭവങ്ങളും ജീവിതത്തിൽ വരാറുണ്ട്. അതെല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഒരു നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ കിട്ടുമ്പോൾ തന്നെ അതേ നക്ഷത്രക്കാർക്ക് തിരിച്ചും മോശങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ അനുഭവം ഇല്ലാത്തവര് നമുക്ക് കമന്റ് ഇടാറുണ്ട് അവര് ഗുണം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ അവര് എന്തായാലും തീർച്ചയായിട്ടും ഒരു ജാതകം ഒന്ന് പരിശോധിക്കാൻ ശ്രദ്ധിക്കുക. ജാതകം പരിശോധിച്ച് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചില ചെറിയ പരിഹാരങ്ങൾ കൊണ്ട്, വലിയ വലിയ പരിഹാരം അല്ലാതെ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് നമുക്കത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഒരിക്കലും നമ്മള് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയാണ് നിങ്ങൾക്ക് ഇന്ന ഗ്രഹങ്ങൾ നിൽക്കുന്നത് മോശമായ അവസ്ഥയാകത്തിലുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ സംഭവങ്ങളൊക്കെ മാറ്റിത്തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള ആ ദോഷങ്ങളെയൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ഞാൻ ഒരാൾ പറയാണ് മാറ്റിത്തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കാൻ പോകരുത്. കാരണം അങ്ങനെ ഈ ഗ്രഹനിലയിലുള്ളതോ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ പ്രകൃതിയുടെ നിയമങ്ങളാണ്. അത് ഒരിക്കലും മാറ്റാൻ ആർക്കും കഴിയില്ല. പക്ഷെ ചെറിയ ചില പരിഹാരങ്ങൾ കൊണ്ട് നമുക്കതിന് സമാധാനം വരുത്താൻ കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന് കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി ഒക്കെ ഉള്ള സമയത്ത് ചിലർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ആ ശനി ദോഷത്തിന് വേണ്ടിയിട്ട് കാഠിന്യം കുറയ്ക്കാൻ ചില ചെറിയ ചെറിയ പരിഹാരങ്ങൾ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചില സ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ തന്നെ അവ നമുക്ക് ആ ഒരു ആശ്വാസം കിട്ടാൻ തുടങ്ങും. അതായത് മല പോലെ വന്നത് മഞ്ഞ് പോലെ ഉരുകി പോകുന്ന അവസ്ഥ ഉണ്ടാവും എന്നല്ലാതെ ഒരിക്കലും നമുക്ക് ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ മാറ്റാൻ കഴിയില്ല. അങ്ങനെ ആരെ കൊണ്ടും കൂട്ടിയെ പറ്റില്ല മാറ്റാൻ. അത് പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ ചില അനുഭവിക്കേണ്ട സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിച്ചേ മതിയാവും. അപ്പൊ അതിന് തന്നെ ഇവിടെ പരിഹാരം പറയുന്നുണ്ട് ജ്യോതിഷം. ഈ ചില ദോഷങ്ങൾക്ക് ഇന്ന ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും, ശാന്തത കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് അത്രയും രൂക്ഷമായ പ്രശ്നങ്ങൾ അറിയാതെ പോകും എന്നുള്ളതാണ് അത്രയും വർഷം. അപ്പൊ അതുകൊണ്ടാണ് ജ്യോതിഷവും ചെറിയ പരിഹാരങ്ങളും പറയാൻ കാരണം. അപ്പോൾ ഏത് കാര്യത്തെയും നമ്മൾ ആ രീതിയിൽ കാണുക, നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് കാണുക എന്നുള്ളതാണ്. അല്ലാതെ അന്ധമായിട്ട് ഒന്നിനെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. 2025 ജൂലൈ 3-ാം തീയതി ശനിയും സൂര്യനും പരസ്പരം 100 ഡിഗ്രി കോണിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ശതംഗ യോഗം എന്ന് പറയുന്ന യോഗം രൂപപ്പെടാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പല രാശിക്കാർക്കും അതുകൊണ്ട് ഗുണം ലഭിക്കാൻ പോകും. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ ലഭിക്കുന്ന രാശിക്കാരുണ്ടായിരിക്കും. എങ്കിൽ ഇവിടെ 3 രാശിക്കാരെ കുറിച്ച് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു ഈ വീഡിയോയിലൂടെ. ആ രാശിക്കാരുടെ അവസ്ഥ എന്തായിരിക്കും, അവരുടെ ജീവിതം തന്നെ മാറി പറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവരെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയില്ല, നമ്മള് പിടിച്ചാൽ കിട്ടില്ല, അവരെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ, അവർക്ക് നല്ല ഒരു ഉന്നതമായ ഒരു അവസ്ഥയ്ക്ക് എത്തുവരും. കാരണം നല്ല യോഗങ്ങൾ രൂപപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ ആര് ചവിട്ടിത്താത്തിയാലും ആൾക്ക് ഒരു പരാജയം ജീവിതത്തിൽ ഉണ്ടാവില്ല. എത്ര ആര് ശ്രമിച്ചാലും അവരുടെ ഒരിക്കലും പരാജയപ്പെടില്ല. അതേപോലെ നമ്മളെ ഗജകേശ്വരിയോ ഒക്കെ നല്ല രീതിയിൽ വന്ന ആൾക്കാരാണെങ്കിൽ അവര് എങ്ങനെ പോയാലും കോടാനു കോടീശ്വരന്മാരായി മാറും. വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്.
അവർക്കൊക്കെ അവരുടെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ അറിയാം, അവർക്ക് നല്ല യോഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരിക്കലും തളർത്താൻ ആർക്കും കഴിയില്ല, ആരെ കൊണ്ടും കൂട്ടിയേ പറ്റില്ല, ദൈവത്തിന് പോലും പറ്റില്ല അവരെ തളർത്താൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ യോഗങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് തീർച്ചയായിട്ടും അറിയുക. ജ്യോതിഷപ്രകാരം ശനി ഭഗവാൻ ഏറ്റവും ശക്തനും ക്രൂരനുമായ ഒരു ഗ്രഹമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ക്രൂരത കാട്ടാൻ കഴിയുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി ഭഗവാൻ. കാരണം അത് ജാതകരുടെ കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും ഫലം നൽകുന്നത്. ഒരു ജാതകന്റെ കർമ്മങ്ങൾ എന്താണോ അതിനനുസരിച്ചായിരിക്കും ശനിയുടെ ഫലങ്ങൾ ലഭിക്കുന്നത്. കാരണം ശനി ഭഗവാന് രാജാവിനെ ദരിദ്രനാക്കാനും ദരിദ്രനെ രാജാവാക്കാനും ശനി ഭഗവാന് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പ്രവർത്തികൾക്കനുസരിച്ചായിരിക്കും അദ്ദേഹം ഫലം നൽകുന്നത്. നമുക്കറിയാം ശനി ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. ഒരു രാശിയിൽ ഏകദേശം 2.5 വർഷം ശനി ഭഗവാൻ നിൽക്കുന്നതായിരിക്കും. അത്തരം ഒരു സാഹചര്യത്തിൽ ശനിക്ക് വീണ്ടും ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലെ അതേ രാശിയിലേക്ക് മടങ്ങാൻ ഏകദേശം 30 വർഷം എടുക്കും. ഏകദേശം 30 വർഷം എടുക്കുമെങ്കിൽ തൊട്ട് ജ്യോതിഷ പ്രകാരം ശനി ഇപ്പോൾ മീനം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ശനി നമ്മളെപ്പോഴും അറിയാം 2.5 വർഷം ഒരു രാശിയിൽ നിൽക്കും എന്നുള്ളതും, അതുപോലെ തന്നെ ഇപ്പൊ നിൽക്കുന്ന രാശി മീനം രാശിയാണ്. മീനം രാശിയിൽ ഇനി തിരിച്ച് ശനി അതേ രാശിയിൽ തിരിച്ചു വരണമെങ്കിൽ ചില സമയങ്ങളിൽ വക്രഗതിയിൽ വരാറുണ്ട്. അല്ലാതെ അദ്ദേഹത്തിന് തിരിച്ചു വരണമെങ്കിൽ അദ്ദേഹം 30 വർഷം എടുത്തിട്ടായിരിക്കും വരിക. അപ്പൊ ഇപ്പോ 2025 ആണെങ്കിൽ ഏകദേശം 2055 ശനി വീണ്ടും നമ്മുടെ മീനൻ രാശിയിലേക്ക് പോകാൻ സമയമെടുക്കുന്നത്. അപ്പോൾ ഒരു രാശിയിൽ 2.5 വർഷമാണ്. നമ്മുടെ ഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അപ്പൊ അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ ശനിയെ മന്ദൻ എന്ന് വിളിക്കപ്പെടും. മന്ദൻ എന്ന് പറഞ്ഞാൽ മന്ദഗതിയിൽ പോകുന്ന ഒരു ഗ്രഹം എന്നുള്ളതാ അർത്ഥം. 2027 ജൂൺ വരെ ശനി ഈ രാശിയിൽ തുടരും. അതിനുശേഷം മാത്രമാണ് ശനി അടുത്ത രാശിയിലേക്ക് മാറാൻ പോകുന്നത്. കാരണം അപ്പൊ 2.5 വർഷം ഏകദേശം ആ രാശിയിൽ തുടരുന്നതായിരിക്കും. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹവുമായി സംയോജിക്കുകയും അത് ചിലപ്പോ അശുഭകരവോ ശുഭകരവുമായ യോഗങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ യോഗത്തിലൂടെയാണ് നമുക്ക് നല്ലതും ചീത്തയും സംഭവിക്കാൻ പോകുന്ന ജീവിതത്തിൽ. പെട്ടെന്നുള്ള താളപ്പിഴകൾ സംഭവിക്കും ചിലരുടെ ജീവിതത്തിൽ. കാരണം അവർ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ അവര് നല്ലൊരു ജോലിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നല്ല സർക്കാർ ജോലിയിലോ അല്ലെങ്കിൽ മറ്റേ എല്ലാ പ്രധാനപ്പെട്ട പ്രൈവറ്റ് കമ്പനിയിലൊക്കെ നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. പെട്ടെന്നായിരിക്കും അവരുടെ ജോലി താളം തെറ്റി പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അസുഖം പിടിപെട്ടിട്ട് ആ ജോലി വിട്ടു നിൽക്കേണ്ടി വരുന്നത്. അവര് മൊത്തത്തിൽ എന്തിനു പറഞ്ഞ് മൊത്തത്തിൽ അവര് താളം തെറ്റിയിട്ട് ജീവിതം തന്നെ മാറി മറിയുന്ന അവസ്ഥ ഉണ്ടാവാം. അത് ഈ ദോഷം കൊണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ചിലവര് പെട്ടെന്നായിരിക്കും അവരുടെ ജീവിതത്തിൽ പച്ച പിടിച്ച് കയറുന്നത്. കാരണം ഇതൊക്കെ ശരിയെ കൊണ്ട് കഴിയുന്ന രീതിയാണെന്ന് നമുക്കറിയാം. അപ്പോ നമ്മൾ പെട്ടെന്ന് പറയില്ലേ, ഒരാൾക്ക് പെട്ടെന്ന് അസുഖം പിടിപെട്ടു, എന്നൊരു കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു, പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ അസുഖം പിടിപെട്ടു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അദ്ദേഹം സൈഡായി. ഇത് ഒരു അസുഖത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് താളം തെറ്റി കേൾക്കുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മളെ നിശ്ചയിക്കുന്ന നമ്മുടെ തലയിലെടുത്ത് അത് ഗ്രഹങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഇനി ജൂലൈ മാസത്തിൽ ശനി സൂര്യനും ചേർന്ന് ശതംഗ യോഗം എന്നൊരു യോഗം സൃഷ്ടിക്കപ്പെടും. ഇതിലൂടെ ഒരു 3 രാശിക്കാർക്ക് ഏറ്റവും നല്ല ജീവിതഫല അനുഭവങ്ങൾ ഉണ്ടാവും, നല്ല വിജയം ഉണ്ടാവും ജീവിതത്തിൽ, ജോലിയിൽ ഉയർച്ച ഉണ്ടാവും. ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിൽ അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവും. ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെ എന്ത് ജോലിക്കാണ് അവർ ശ്രമിക്കുന്നത് അത് അവർക്ക് ആ ഗുണം കിട്ടുന്ന രാശിക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ജൂലൈ 3 ശനിയും സൂര്യനും, ഓൾറെഡി ശനി ഇപ്പോൾ മീനം രാശിയിലും സൂര്യൻ മിഥുനം രാശിയിലുമാണ്. ജൂലൈ 3 വൈകുന്നേരം 6:40 പരസ്പരം ഇത് രണ്ടുപേരും ചേർന്ന് 100 ഡിഗ്രിയിലായിരിക്കും വരുന്നത്.
ഈ സമയത്ത് 3 രാശിക്കാർക്ക് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ സൂര്യനും വ്യാഴവും ചേർന്ന് ഒരു പ്രത്യേക യോഗം ഉണ്ടാക്കുന്നു. കാരണം രണ്ടുപേരും ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക യോഗം സംഭവിക്കും. അതുപോലെ ഈ ശതംഗ യോഗം എന്ന് പറഞ്ഞാൽ ശനിയും സൂര്യനും പരസ്പരം 100 ഡിഗ്രി കോണിൽ വരുമ്പോൾ സംഭവിക്കുന്ന യോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 രാശിക്കാർക്ക്, അതായത് ഒന്ന് കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. ജീവിതത്തിൽ ബിസിനസ്സിലായിക്കോട്ടെ, ജീവിതത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, അവരുടെ ജീവിതം ഒന്ന് മാറാൻ തന്നെ പോവുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും അവർക്ക് ജീവിതത്തിൽ ഉണർവും ഉന്മേഷവും ജീവിത വിജയവും ഉണ്ടാവും. സാമ്പത്തിക നില അവർ ഉദ്ദേശിക്കുന്നതിലപ്പുറം രൂപപ്പെട്ടു ഉയർന്നു വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഏറ്റവും, അതായത് ഇവർക്ക് ഇപ്പൊ ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ കയ്യിൽ എങ്ങനെയെങ്കിലും ജോലി, അതായത് ജോലിയാണെങ്കിൽ ആ ജോലി ഇല്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ സമയത്ത് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പൊ സാധാരണ ലെവലിൽ അവർക്ക് ജോലി, ചെറിയ ജോലിയൊക്കെ ആണെങ്കിൽ ആ ജോലിയിൽ ഉയർച്ച ലഭിക്കാൻ പോവുകയാണ്. വിവാഹിതർക്ക് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസരം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കൃഷി മേഖലകളില്, കാർഷിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാർഷിക അഭിവൃദ്ധി ഉണ്ടാവുക ജീവിതത്തിൽ. അതേപോലെ വാഹനാദി കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതിൽ തന്നെ നല്ല നേട്ടങ്ങൾ ഉണ്ടാവുക. വാഹനങ്ങൾക്കൊന്നും വലിയ പരിക്കുകളോ ഒന്നും ഇല്ലാതെ, അവരുടെ സാമ്പത്തിക നഷ്ടമില്ലാതെ, വർക്കുകളൊന്നും വരാതെ മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പൊ അങ്ങനെ സമസ്ത മേഖലകളിലും ഇവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. കർക്കിടക രാശിക്കാർക്ക്. പുണർദം, പൂയം, ആയില്യ നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. കർക്കിടക രാശിയിൽ വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും ഈ സൂര്യനും ശനിയും പരസ്പരം 100 ഡിഗ്രി കോണിൽ വരുമ്പോൾ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം വിജയത്തിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. അടുത്തതായിട്ട് മകരം രാശിയാണ്. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. കാരണം ഈ ഒരുപാട് കാലം ആയിട്ട് മുടങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തികളും പുനരാരംഭിക്കാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച്. കാരണം കുടുംബ ബന്ധങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തീരാൻ അവസരം ഉണ്ടാവും. തീർന്ന് ആ കുടുംബവുമായി നല്ല രീതിയിൽ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. സാമ്പത്തിക നില മെച്ചപ്പെടുമെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. അതുപോലെ തന്നെ വിദേശ യാത്രാ യോഗം കാണുന്നുണ്ട് ഇവർക്ക്. വിദേശത്തേക്ക് ജോലിക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കാനും പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിക്കാതെ തന്നെ അത് വന്നു ചേരും. ഇത്രയും കാലം ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് ഈ ഒരു യോഗം കൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. മകര രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു അത് നിങ്ങൾക്ക് നടന്നു കിട്ടാൻ അവസരം ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിത വിജയം ഉണ്ടാവുന്നതിന് പ്രതീക്ഷിക്കാം. നിങ്ങൾ കുടുംബ ബന്ധങ്ങൾക്ക് ഉലച്ചിലൊക്കെ വന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അലച്ചിലും ഉലച്ചിലും ഒക്കെ സംഭവിച്ച ആൾക്കാർക്ക് കുടുംബ ബന്ധങ്ങൾ അടുക്കാനും അവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോവാനും, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർന്ന് സൗഹൃദങ്ങൾ ഉടലെടുക്കാനും സാധിക്കുന്ന സമയമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും എന്ന് തന്നെ പറയാം. കാർഷിക അഭിവൃദ്ധി ചെയ്യുന്നവർക്ക് കാർഷിക അഭിവൃദ്ധി ഉണ്ടാവും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ്, ജോലിയിലൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ലഭിച്ചവർക്ക് ശമ്പള വർധനവിനുള്ള സാഹചര്യം ഉണ്ടാവും. സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഉദ്ദേശ ലക്ഷ്യം സാധിക്കാൻ അവസരം ഉണ്ടാവും എന്ന് പറയുന്നു. കാരണം രാഷ്ട്രീയ രംഗത്ത് ഒരു ചെറിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് ഉയർന്നു വരാനുള്ള സാഹചര്യം ഈ ഒരു അവസരത്തിൽ യോഗം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത്. അടുത്ത രാശിയിലേക്ക് പോകാം. അപ്പോൾ ശനിയും സൂര്യനും കൂടി ഉണ്ടാകുന്ന ഈ യോഗം കൊണ്ട് അടുത്തൊരു ഗുണം ലഭിക്കാൻ പോകുന്ന മറ്റു രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർ. ചിങ്ങൻ രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്തര നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത്. കാരണം ഇവരുടെ ജോലിയിലേക്ക് വൻ നേട്ടം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും നേട്ടം ലഭിക്കും. കാരണം വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുന്നതാണ് പറയുന്നത്. ഇവർക്ക് പല മേഖലകളിൽ നിന്നും വരുമാനം വർദ്ധിക്കാൻ സാധ്യത. കാരണം ഇവർ ഒരു മേഖല ചെയ്യുന്നു വെച്ചാൽ ആ മേഖലയല്ല പലതും അവിടെ ഇവിടെയൊക്കെ തൊടുമ്പോൾ അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വരുമാനങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജീവിത പുരോഗതി ഇവർക്ക് ഉണ്ടാവുന്നു. സമൂഹത്തിൽ ആദരവ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇവർക്ക്. കാരണം മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കാൻ ഒരു അവസരം ഉണ്ടാവുന്നതാണ്. നമ്മുടെ പ്രവർത്തികളെ മറ്റുള്ളവർ അംഗീകരിക്കും. കാരണം നല്ല ആളാണ് അവൻ, നല്ല രീതിയിൽ അവനെ അംഗീകരിക്കണം. മറ്റുള്ളവർ നമ്മളെ എന്ത് നല്ലത് ചെയ്താലും മറ്റൊരു കുറ്റം പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അവര് നമ്മളെ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, ദാമ്പത്യത്തിൽ സന്തോഷം ഉണ്ടാവും, സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ സാധിക്കും എന്ന് പറയപ്പെടുന്നു. കുടുംബാംഗങ്ങളുമായിട്ടും നല്ല കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും.
കാരണം ഏത് കാര്യത്തിനും പിന്തുണ ഇല്ലാതിരുന്ന കുടുംബാംഗങ്ങൾ ചിങ്ങൻ രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് എല്ലാ പിന്തുണയും ലഭിക്കുന്ന സാഹചര്യമായിരിക്കും. അതേപോലെ വിവാഹം നടക്കാത്തവർക്ക് ഈ സമയത്ത് വിവാഹം നടക്കാൻ സാധ്യത കൂടുതലാണ്. ഈ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും. പുതിയ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉടലെടുക്കാൻ സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടാവുക. ഈ രാശിക്ക് ഈ രണ്ട് ഗ്രഹങ്ങൾ യോജിക്കുമ്പോൾ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാവുകയും പ്രണയബന്ധങ്ങളിൽപ്പെട്ട് വിവാഹത്തിലേക്ക് എത്താൻ സാധ്യത കൂടിയ ഒരു സാഹചര്യം ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം ഉണ്ടാവും. സ്ഥാനക്കയറ്റത്തിനോടൊപ്പം തന്നെ ശമ്പള വർധനവും ഉണ്ടാവും. ശമ്പള വർധനവും ഉണ്ടാവും. അതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഏറ്റവും ശുഭകരമായ നേട്ടങ്ങളാണ് ചിങ്ങൻ രാശിക്കാർക്കും ഈ സൂര്യനും ശനിയും യോജിക്കുന്നതോട് കൂടിയിട്ട് സംഭവിക്കാൻ പോകുന്നത്. തീർച്ച തന്നെയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അതിനോടൊപ്പം തന്നെ തുറന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.